വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ചുമ്മാ ഒരു ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയതാ. എന്നാ പിന്നെ ഷെല്ലിലൊന്ന് കയറാം. ഷെല്ലിൽ കയറി ഇച്ചിരി എനർജി ഡ്രിങ്ക് എന്തെങ്കിലും കുടിച്ച് ഒന്ന് ഇറങ്ങാൻ. നോർമലി നമ്മുടെ വീഡിയോയില് അങ്ങനെ വലിയ വീഡിയോസ് അല്ലെങ്കിൽ സ്ഥലങ്ങൾ കാണിക്കുന്നു ഒന്നുമില്ല. അപ്പൊ എന്നാ വിചാരിച്ചു ഇന്ന് സിറ്റിയിലെ ഒരു നൈറ്റ് ലൈഫ് കാണിക്കാം എന്നുള്ളൊരു പ്ലാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പോവാ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് മൈസൂർ റോഡാണിത്. നമ്മൾ 9:30 ടു മൈസൂർ പോകുന്ന റോഡിൽ കെങ്കേരി മെട്രോ സ്റ്റേഷൻ്റെ അതുവഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഷെല്ലിലൊന്ന് കയറുന്നു. ഷെല്ലിൽ കയറി ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി. ജസ്റ്റ് ഫ്രഷപ്പ് ആവുന്ന പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു എന്തെങ്കിലും ഡ്രിങ്ക്സ് വല്ലതും എടുത്ത് പിന്നെ അവിടുന്ന് ഒരു സിറ്റി ലൈഫ് കാണാം എന്നുള്ള പ്ലാനാണ്. സോ സ്റ്റേ ട്യൂൺ, നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും രാത്രിയിൽ ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഷെല്ലി വന്നിട്ടാണ് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നതും. ഫുൾ ടൈം ഇവിടാണ്, ഈ ഷെല്ലിലാണ് വന്ന് ഞങ്ങൾ കോഫി കുടിക്കുന്നതും ഒക്കെ. എനിക്ക് കാണാമോന്ന് അറിയത്തില്ല. ഇവിടെ അകത്ത് പോയിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഷെല്ലിയിൽ നമ്മൾ ഇറങ്ങി. സർപ്രൈസ് ആയിട്ട് എനിക്ക് ഒരു നൈറ്റ് ഡ്രൈവ് നേരെ മൈസൂർക്ക് വിടുന്നെന്നാ പറയുന്നത്. മൈസൂർ എക്സ്പ്രസ് ഹൈവേ, ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ. ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മള് ബൈക്കിൽ പോയത് ഈ വഴിയാണോ? അന്ന് ഈ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല ബൈക്കിന് അല്ലേ. ഒരു തലർച്ച 4 തിരിച്ച് റിട്ടേൺ. ഇഡിയറ്റ്സ് ആണ്, ഏറ്റവും വലിയ ഇഡിയറ്റ്സ്. ഇതൊരു ഹൈവേ ആണ്, എന്നിട്ട് അവന്മാര് വരുന്നുണ്ടാ. കഷ്ടം. വഴി തെറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൻ അവിടെ ടോളിനവിടെ പോയി അവിടുത്തെ യൂട്ടേൺ അടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്, അവിടെ പോയി യൂട്ടേൺ അടിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം സനോഷേട്ടന്റെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടിക്ക് ഞങ്ങള് പോയില്ലായിരുന്നോ? ബേസിക്കലി ഒരു 12ാമത്തെ നിലയാണ്. അതിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സിറ്റി മൊത്തത്തില് ഒരു ചെറിയ കവറേജ് ഉണ്ട്. അപ്പം ഞാനും ചേച്ചിയായിട്ടൊരു സംസാരം നടന്നു. അവിടെ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കാണാം, അതെന്താണെന്ന്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ കെങ്കേരി മെട്രോ സ്റ്റേഷൻ അപ്പുറത്തെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അത് ഫുൾ ടൈം ലൈറ്റിലായിരിക്കും, അതാണെന്നാ വിചാരിച്ചത്. പക്ഷെ അതല്ല. അപ്പൊ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ അതല്ല, വേറൊരു സാധനം. ഇപ്പൊ അത് ഒന്ന് കാണാൻ പറ്റി, പക്ഷെ അത് എന്താണ് ഏതാണെന്നൊന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. കഴിഞ്ഞ ദിവസം ഞങ്ങള് ആ ലൈറ്റ് തപ്പി ഞങ്ങൾ ഇറങ്ങിയായിരുന്നു രാത്രിയില്. വെറുതെ ഇരിക്കുവല്ലേ, കുഞ്ഞും ഉറങ്ങുന്നില്ലല്ലോ രാത്രിയിൽ. അപ്പം ഞങ്ങള് കാറില് AC-ല് അപ്പാർട്ട്മെന്റ്സ് ഈ ലൈറ്റിന്റെ കാര്യമാണ് പറഞ്ഞ് കാണാൻ അറിയില്ല. BD അപ്പാർട്ട്മെന്റ്സ് ആണ്, കോളേജാണ്. ടോട്ടൽ ക്രൈസ്റ്റ് 2 യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. ഒന്ന് മറ്റേ നമ്മുടെ മടിവാള ഇല്ലേ, സെന്റ് ജോൺസിന്റെ അവിടെ. ഒന്ന് ഇത്. നമ്മള് മൈസൂർക്കാ പോകുന്നത്, അറിയില്ല. ചുമ്മാതെ പാതി വരെ ചെന്നിട്ട് ഇനി തിരിച്ച് യൂട്ടേൺ അടിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല. ആശ എപ്പോഴും ഇങ്ങനെയാ, പെട്ടെന്ന് റെഡി ആവാൻ പറയും. റെഡി ആയിട്ട് നമ്മള് ഇറങ്ങി നമ്മൾ വഴിയിൽ പോകുന്ന വഴിയിൽ ചോദിക്കാം എവിടോട്ട് ആശയം തീരുമാനിച്ചല്ലോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നായിരിക്കും ഈ പറയുന്നത് ഇന്നടുത്ത് പോവാന്ന്. നമ്മൾ തന്നെ സർപ്രൈസ് ആവും. അതുപോലെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇങ്ങനെ ഒരു ഡ്രൈവ് വെറുതെ ഒരുങ്ങി വരാൻ പറഞ്ഞ് റെഡിയായിട്ട് നമ്മൾ ഇറങ്ങി. സംസാരിച്ച് ചെന്ന് ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ടായിരുന്നു? നിലമ്പൂരിലേക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ പരിചയമില്ലാത്തൊരു സ്ഥലം ചോദിച്ചപ്പോഴാണ് നെല്ലമംഗലയില് ചെന്ന്. അങ്ങനെ ഈ ആഴ്ചയുടെ കൂടെ എപ്പോഴും യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ മൈസൂർക്ക് പോവാ. നേരത്തെ ഞാൻ ബൈക്കിൽ ഞാൻ ആഴ്ചയുടെ കൂടെ മൈസൂർ വന്നിട്ടുണ്ട്. ഹബ്ബ് ഷിഫ്റ്റിനും ഒക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ നമ്മള് പിന്നെ കറങ്ങാനെന്ന് പറഞ്ഞാൽ സനോഷേട്ടന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. സനോഷേട്ടന്റെ വൈഫ് ഫാമിലിയുടെ കൂടെ നമ്മള് ഒരു 2-3 വർഷം മുന്നേ അല്ലെ
2-3 വർഷം മുമ്പ് സൂയിലൊക്കെ അവിടെ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുപാടൊന്നും കറങ്ങാൻ പറ്റിയില്ല. നമ്മള് ഫുൾ ടൈം കാറിലൊക്കെ റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെയായിരുന്നു. കാണുമോന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഒരു മലയുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഡെയിലി വ്ലോഗ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറെ വീഡിയോ എഡിറ്റിങ്ങിന് വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലസ് അതിന്റെ കൂടെ ഇതുപോലെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുമ്പോൾ അതിന്റെ വ്ലോഗ്സും പയ്യെ വരുന്നതാണ്. ഞങ്ങളുടെ ഫേസ് ഞങ്ങളിപ്പോൾ കാണിക്കാത്തെന്ന് പറഞ്ഞാൽ കാറിൽ അകത്ത് വിടുമ്പോഴത്തേന് ആശന് ഡ്രൈവിങ്ങിന് ഡിസ്റ്റർബ് ആകും. അതുകൊണ്ടാണ് ഞാൻ വെളിയിലത്തെ കാഴ്ച നിങ്ങളെ കാണിക്കുന്നത്. നമ്മളിപ്പം മദ്ദൂർ അല്ലേ, മദ്ദൂർ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി യാത്ര തൊട്ടിനോ വേണ്ടി നമ്മൾ പിന്നെ തീരുമാനിക്കും. മഗ്ഡിയിൽ വന്നിട്ടുണ്ട്. പ്ലാൻ ചെയ്യുന്നതായി ഗൈസ്, ഒന്നുമില്ല. മഗ്ഡിയിൽ കയറി ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങള് നേരെ ആശിന്റെ മൂഡ് ചേഞ്ചായി. ഇപ്പൊ തന്നെ 9 മണിയായി രാത്രിയില്. നമ്മള് മൈസൂർക്ക് ഇനി പോയിട്ട് ലേറ്റ് ആകും. ഇനി 1 മണിക്കൂറോളം ഉണ്ട് ഇവിടുന്ന് മൈസൂർ പോകാൻ. ചിലപ്പോ ഒരു 10-10:30 ആകും. തിരിച്ചു വരുമ്പോഴത്തേനും 1 മണി 1:30 ആവും. ആശ പ്ലാൻ ചേഞ്ച് ചെയ്തു, കാരണം നാളെ ആശന് ഓഫീസിലും പോകേണ്ടതാ. എന്തായാലും ഇത്രയും വരെ വന്നു. കുഞ്ഞ് ഒന്ന് ഉറങ്ങി സെറ്റായി. ചൂടിൽ നിന്നൊരു ചെറിയ ശമനം, അത്രയും. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാ. പോകുന്ന വഴിക്ക് ഇനി ആശന് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാം എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേന് സർപ്രൈസ് ആവാറുള്ളത് ഞാനാ. നിങ്ങൾക്കും ഇങ്ങനെ കണ്ടിന്യൂസ് റോഡ് കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ നിർത്തുവാണേ.